ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് കാണാതായ ജോയിക്കായുള്ള തെരച്ചിൽ 32-ാം മണിക്കൂറിലേക്ക് കടക്കുന്നു. തെരച്ചിലിനായി കൊച്ചിയിൽ നിന്നുള്ള നാവികസേന ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തേക്ക്. ടണലിന്റെ 117 മീറ്റർ നീളത്തിലുള്ള പരിശോധന പൂർത്തിയായത് മേൽത്തട്ടിലെ പരിശോധന. അടിത്തട്ടിലെ പരിശോധന തുടരുന്നു. വെള്ളം പമ്പ് ചെയ്ത് ചെളി നീക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, 32ാമത്തെ മണിക്കൂറിലേക്ക് കൂടി തിരച്ചിൽ കടന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുവരെയും യാതൊരു തുമ്പും ഇതിനെപ്പറ്റി ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. അതോടൊപ്പം തന്നെ നാവികസേന അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴാണ് അവർ എത്തുക? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നാവികസേനാംഗങ്ങൾ റോഡ് മാർഗമാണ് വരുന്നത്. അവർ എപ്പോഴേക്കാണ് എത്തിച്ചേരുക എന്നുള്ളത് ഏകദേശ സമയം എന്നുള്ളതാണ് 7 മണിക്ക് ശേഷം എന്നുള്ള രീതിയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. അവർ കൃത്യമായ ഒരു സമയം അല്ലെങ്കിൽ എക്സാക്ട് എത്ര മണിക്ക് എത്തുമെന്ന് കൃത്യം പറയുന്നത് 7 മണിക്ക് 8 മണിക്ക് ഇവിടെ അവർ ഇവിടേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ലഭ്യമായിരിക്കുന്നത്. മറ്റൊരു കാര്യം അപ്ഡേറ്റ് ചെയ്യാനുള്ളതായി വെള്ളം പമ്പ് ചെയ്ത ഈ തണലിനുള്ളിലെ മാലിന്യം കുത്തിയിളക്കിവിടാനുള്ള നീക്കം അല്ലെങ്കിൽ ആ ഒരു ശ്രമം ഇത് ഇപ്പോൾ ഫയർഫോഴ്സ് പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഏതാണ്ട് അരമണിക്കൂർ മുൻപ് അവരത് നിർത്തിവെച്ചിരുന്നു താൽക്കാലികമായി. എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായും നിർത്തിയിരിക്കുന്നു. ഈ ടണലിനുള്ളിലേക്ക് ഇറക്കിയ പമ്പ് അവർ തിരിച്ചു കയറ്റി കരയിൽ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ ഈ വെള്ളം പമ്പ് ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ഹൈപ്പർ ടെൻഷൻ ഹോസ് അതും അവർ തിരിച്ച് കരയിലേക്ക് കയറ്റി കഴിഞ്ഞു. അതായത് ഈ വെള്ളം പമ്പ് ചെയ്ത് ഇതിനുള്ളിലെ മാലിന്യങ്ങൾ ഇളക്കി വിടാൻ കഴിയാത്തൊരവസ്ഥയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് സ്കൂബ ഡൈവേഴ്സ് അവർ തിരിച്ച ടണലിനുള്ളിൽ നിന്ന് മുകളിലേക്ക് കയറിയ ശേഷം അവർ പറഞ്ഞത്. കാരണം അടിയിൽ കാലങ്ങളായുള്ള മാലിന്യമുണ്ട്. അത് വളരെ ഉറഞ്ഞുകൂടി സോളിഡ് ബ്ലോക്കുകൾ എന്നൊരു പ്രയോഗമാണ് അവർ ഉപയോഗിച്ചത്. അത്രയധികം കട്ടി കൂടിയ കരമാലിന്യങ്ങൾ കൃത്യമായി സോളിഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കിടക്കുന്നു. അത് ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്ത് അത് ഈ നീക്കം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് കുത്തിയിളക്കി വിടണമെങ്കിൽ അതിന് ആഴ്ചകൾ എടുക്കും എന്നുള്ളതാണ് ആ ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ നിലവിൽ അത് എങ്ങനെ ഈ മാലിന്യങ്ങൾ കൂടുതലായി ഇളക്കി വിടാമെന്നുള്ള ചർച്ചകളും ആലോചനകളും ഒക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നേവി സംഘവും എത്തുന്നത്. അപ്പോൾ നേവി സംഘം എത്തുമ്പോൾ അവരുടെ കയ്യിൽ ഈ കുറച്ചുകൂടി വിദഗ്ധ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേക രഹസ്യ ഓപ്പറേഷനുകളിലും മറ്റും പങ്കെടുക്കാനുള്ള അതിവിദഗ്ധമായിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് നേവിയിൽ നിന്നും വരുന്നത്. അവർക്ക് പ്രത്യേകിച്ച് വളരെ ഇടുങ്ങിയ ടണലുകൾക്കുള്ളിലും ചെറിയ ഈ വെള്ളത്തിനടിയിലുള്ള ഗുഹാമുഖങ്ങളിലും ഒക്കെ പരിശോധന നടത്താനുള്ള ശേഷിയുള്ള അല്ലെങ്കിൽ അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള സാങ്കേതിക വിദ്യയിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് വരുന്നത് എന്നുള്ളതാണ് ഈ 7-അംഗ സംഘത്തിൽ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ അവർ കൂടി എത്തിയിട്ടായിരിക്കും ഇനി തിരച്ചിൽ ഈ പുനരാരംഭിക്കുക എന്നുള്ളത്. നിലവിൽ ജോയിയെ കണ്ടെത്താനുള്ള തിരച്ചിലുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. പ്രത്യേകിച്ച് ഒരു പരിശോധന ഈ സമയത്ത് ടണലിനുള്ളിൽ നടക്കുന്നില്ല. ടണലിനുള്ളിൽ വെള്ളം മാലിന്യം ഇളക്കിവിടാനായിരുന്നു അവസാനഘട്ട ശ്രമം എന്നുണ്ടായിരുന്നു. അതും നിർത്തിവെച്ചിരിക്കുന്നു. ഇനി ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാലിന്യം ഇളക്കി നീക്കാനാണെങ്കിൽ അവർക്ക് മുന്നിലുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബൾക്ക് വാഷിംഗ് എന്ന പ്രക്രിയയാണ്. ബൾക്ക് വാഷിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരത്തായി വെള്ളം തടയണ കെട്ടി നിർത്തുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ആമയിഴഞ്ചാൻ തോട്ടിൽ അങ്ങനെ ഒരു തടയണ സൗകര്യമുണ്ടെങ്കിൽ അവിടെ ഈ രീതിയിൽ വെള്ളം കെട്ടി നിർത്തിയ ശേഷം വളരെ പെട്ടെന്ന് തുറന്നു വിടുക. അപ്പോൾ ഉണ്ടാകുന്ന വെള്ളത്തിന്റെ ഫോഴ്സിൽ വെള്ളം അത്രയും ദൂരം അതിവേഗത്തിൽ സഞ്ചരിച്ചെത്തുമ്പോൾ ഈ ടണലിനുള്ളിലെ മാലിന്യങ്ങൾ ഖരമാലിന്യങ്ങളാണെങ്കിൽ തന്നെ അവ ഇത്രയധികം സോൾഡായ അവസ്ഥയിലാണെങ്കിൽ തന്നെ ഒരു പക്ഷേ അത് ഇളകി മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇളകി പോകുകയാണെങ്കിൽ ആ രീതിയിൽ ജോയിയെ കണ്ടെത്താമെന്നുള്ള ഒരു ആലോചനയും ഒരു വശത്ത് നടക്കുന്നുണ്ട്. എന്തായാലും നേവി സംഘം എത്തുന്നതാണ് ഇനി ഈ ഘട്ടത്തിൽ ഏറ്റവും അവസാനമായി നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ചോയ്സ് എന്ന് പറയുന്നത്. നേവി സംഘത്തിന്റെ കയ്യിൽ അവർ ഈ ടണലിനുള്ളിൽ പരിശോധന നടത്താനുള്ള സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ അതിന് കൃത്യമായ അതിനുള്ള ഉപകരണങ്ങളുമായിട്ടാണ് അവർ വരുന്നത് എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. പക്ഷെ അത് നമുക്ക് നേവി സംഘം എത്തിയതിനു ശേഷം മാത്രമേ കൃത്യമായി പറയാൻ കഴിയൂ. എന്തായാലും മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഇത്തരമൊരവസ്ഥയുണ്ടായാൽ, ഇത്തരമൊരു ടണലിലൊക്കെ ഒരാൾ പെടുന്നൊരവസ്ഥയുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരാൾ ഇങ്ങനെ ഒരു പെട്ടുപോകുന്നൊരവസ്ഥയുണ്ടായാൽ അവിടെ കൃത്യമായ പരിശോധന നടത്താനും ഒരു രക്ഷാപ്രവർത്തനം നടത്താനുമുള്ള സംവിധാനം നമുക്കില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. അതിന് നേവിയെ പോലുള്ള ഒരു ഏജൻസി വരേണ്ട സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ ഇത്രയും മണിക്കൂറുകൾ ഇവിടെ ഇത്രയധികം വളരെ ശ്രമകരമായ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ ഒരു എഫർട്ടും മാനുഷികമായി അവർക്ക് ചെയ്യാൻ കഴിയുന്ന നിലവിലുള്ള സാഹചര്യങ്ങളിൽ, നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് അവർ രക്ഷാപ്രവർത്തനം തുടർന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. കൃത്യമായ ഇത്രയധികം എഫർട്ട് എടുത്ത് മാനുഷികമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഈ ഉദ്യോഗസ്ഥർ ചെയ്യുമ്പോഴും കൂടുതൽ സാങ്കേതികപരമായി നമ്മുടെ സംവിധാനങ്ങൾ മാറേണ്ടതുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ ഈ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിന് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കേണ്ടതുണ്ട് എന്നൊരു കാര്യം കൂടി ഘട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടതാണ്. എന്തായാലും നിലവിൽ ജോയിക്കായുള്ള ഒരു തിരച്ചിലും
ആമയിഴഞ്ചാൻ തോട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്, ഈ ടണലിനുള്ളിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലല്ല, ഈ അവസാനം വെള്ളം കുത്തിയിളക്കിയിടാനുള്ള ശ്രമം നടന്നത് റെയിൽവേയുടെ യാർഡിലാണ്. പ്ലാറ്റ്ഫോമുകൾക്ക് അവസാനമായി സർവീസ് ലൈനുകളിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന ട്രെയിനുകൾ നിർത്തിയിടാനും സർവീസ് ചെയ്യാനും ഒക്കെ സൗകര്യമുള്ള ഭാഗത്താണ് ഈ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ അതെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ഒന്ന് നേവിയുടെ വരവ്, അല്ലെങ്കിൽ അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ ടണൽ കെട്ടി ബൾക്ക് വാഷിംഗ് എന്ന പ്രക്രിയയിലൂടെ വെള്ളം ഏൽപ്പിച്ചു വിട്ട് മാലിന്യങ്ങൾ ഇളക്കിവിടാനുള്ള ഒരു ശ്രമം. ഇത് രണ്ട് പ്രക്രിയകളുമാണ് ദേവിക. പ്രജിത്ത്, അല്പസമയം മുൻപ് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞ ചില പ്രതികരണത്തിന് മറുപടിയുമായി റെയിൽവേ മുന്നോട്ട് വന്നിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഒരു ഉത്തരവാദിത്തമാണ് ഇത്തരം തോടുകൾ ശുചീകരിക്കേണ്ടത് എന്ന് റെയിൽവേ അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആര്യ രാജേന്ദ്രൻ പറയുകയുണ്ടായിരുന്നു, റെയിൽവേ തങ്ങൾക്ക് അതിനുള്ള ഒരു അധികാരം തന്നിട്ടില്ല, ആ പരിധിയിൽ ശുചീകരണ പ്രവർത്തനത്തിന് റെയിൽവേ അനുവാദം തന്നിട്ടില്ല എന്ന മേയറുടെ ആ വാദം ശരിയല്ല. അത്തരത്തിലുള്ള ഒരു അനുവാദവും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് നിഷേധിച്ചിട്ടില്ല എന്നും കൂടി റെയിൽവേ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ തലത്തിൽ ഏകോപനം ആവശ്യമെന്ന ADRM MR വിജിയും അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ മേയർ ആര്യ രാജേന്ദ്രന്റെ ചില പ്രതികരണങ്ങളോട് റെയിൽവേ തന്നെ നേരിട്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചില പരസ്യ തർക്കങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് വ്യക്തമായി അറിയാം, കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വലിയൊരു വീഴ്ച തന്നെയാണ്. ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടും 32 മണിക്കൂർ പിന്നിട്ടിട്ടും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ ഇത്രത്തോളം ദുർഘടമായി മുന്നോട്ട് പോകുന്നതിന്റെ പ്രധാന പ്രശ്നം മാലിന്യം തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അതിൽ കോർപ്പറേഷന്റെ പങ്ക് വലുത് തന്നെയാണ്. എങ്കിൽ പോലും ഇനി എന്താണ് എന്നുള്ള കാര്യത്തിൽ വളരെയധികം കാരണം ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ജോയിയെ കണ്ടെത്തുക എന്നൊരു ദൗത്യം തന്നെയാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടണൽ കെട്ടി മാലിന്യം പുറത്തേക്ക് കൊണ്ടുവരുന്നത് എത്രത്തോളം വിജയകരമായി മാറാനാണ് സാധ്യത? അതിൽ കൂടുതൽ പ്രതീക്ഷ തന്നെയാണോ ഫയർഫോഴ്സ് മുന്നോട്ട് വയ്ക്കുന്നത്? ദേവിക, നിലവിൽ ഈ മാലിന്യം പമ്പ് ചെയ്തെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഫയർഫോഴ്സ് നിർത്തിവെച്ചിരിക്കുകയാണ്. അത് മുൻപ് ഞാൻ പറഞ്ഞതിന് വ്യക്തമാകുന്നത് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ ദേവിക ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം, ഈ കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയ ചില പരാമർശങ്ങൾ, അതിന് റെയിൽവേ നൽകിയ മറുപടി എന്ന് വേണത്. ഇത്തരമൊരു തർക്കങ്ങൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഘട്ടത്തിലെങ്കിലും അത് ചർച്ച ചെയ്തേ മതിയാകൂ. കാരണം ഈ പ്രശ്നമുണ്ടാകുന്നു, ഇങ്ങനെ ഒരാളെ കാണാതാകുന്നു, പിന്നീട് രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നു, മാലിന്യ നീക്കങ്ങൾ പുരോഗമിക്കുന്നു. ഈ സമയത്ത് ആദ്യഘട്ടത്തിൽ മേയർ അടക്കമുള്ളവരോട് എത്തി പറഞ്ഞത് ഇത് പൂർണ്ണമായിട്ടും റെയിൽവേയുടെ വീഴ്ചയാണ്, റെയിൽവേയാണ് ഇത്തരം പരിപാടികൾ, ഈ ഇവിടുത്തെ മാലിന്യ നീക്കമൊക്കെ നിർവഹിക്കേണ്ടത് റെയിൽവേയാണ് എന്ന രീതിയിലുള്ള ഒരു നിലപാടായിരുന്നു അവർ കൃത്യമായി പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് റെയിൽവേ ഇപ്പോൾ ഈ മാലിന്യ നീക്കം ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം നഗരസഭയാണ് എന്നുള്ള രീതിയിൽ രംഗത്ത് വന്നു. അതായത് 2015-ലും 2017-ലും 2019-ലും നഗരസഭയാണ് ഇനി ഇവിടുത്തെ മാലിന്യ നീക്കം നടത്തിയതെന്നും റെയിൽവേ ADRM പറയുന്നു. ഇത്തവണ കോർപ്പറേഷന്റെ അസൗകര്യം പറഞ്ഞപ്പോഴാണ് നല്ല ഉദ്ദേശത്തോടെ പദ്ധതി ഏറ്റെടുത്തതെന്ന്, അല്ലെങ്കിൽ ഇവിടുത്തെ മാലിന്യ നീക്കം ഏറ്റെടുത്തെന്നുള്ളതാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. അതിന് മേയർ പക്ഷേ നേരത്തെ പറഞ്ഞതിനുള്ള, അതായത് ടണൽ വൃത്തിയാക്കാൻ കോർപ്പറേഷൻ അനുമതി ആവശ്യപ്പെട്ടിട്ടും അനുമതി നൽകിയില്ലെന്നുള്ള മേയറുടെ വാദം പച്ചക്കള്ളമാണെന്നും റെയിൽവേ ADRM പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഭാവിയിൽ ടണൽ വൃത്തിയാക്കാൻ കോർപ്പറേഷൻ ഒരു തടസ്സവും ഉണ്ടാകില്ല എന്നും റെയിൽവേ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ അതിന് ഈ മേയറുടെ മറുപടികൾ വന്നിട്ടുണ്ട് പിന്നെയും. പക്ഷെ അതും എങ്ങനെ ഇതിനെപ്പറ്റി പറയണമെന്ന് എനിക്കറിയില്ല. കാരണം മേയർ ചോദിക്കുന്നത്, ഈ പറയുന്നത് നഗരസഭ അനുവാദം തേടി കത്ത് നൽകിയെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതോടൊപ്പം ഈ നിലവിൽ തവണ റെയിൽവേയെ അറിയിച്ചിരുന്നു, സാധാ ഉദ്യോഗസ്ഥർ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വന്നു. പിന്നെ മറ്റു ചില ചോദ്യങ്ങളും മേയർ ചോദിക്കുന്നു. കാരണം മനുഷ്യ വിസർജ്യം അടക്കമുള്ള മാലിന്യം സംസ്കരിക്കാൻ റെയിൽവേ പ്രോപ്പർട്ടിയിൽ സൗകര്യമുണ്ടോ തുടങ്ങിയിട്ടുള്ള അതിനൊക്കെയുള്ള മറുപടികൾ എന്താണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് ദേവിക. കാരണം ഇത്തരമൊരു അപകടം ഉണ്ടായാൽ, ഇത്തരത്തിലൊരു മനുഷ്യനെ ഈ രീതിയിലുള്ള ടണലിലോ മറ്റോ കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ഒരു അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് നമ്മുടെ സംസ്ഥാനം എന്ത് സൗകര്യമുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. തലസ്ഥാന ജില്ലയിൽ അതിന് എന്ത് സൗകര്യമുണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടി ഇക്കാര്യത്തിൽ വരുന്നുണ്ട്. ഈ മണിക്കൂറുകളെല്ലാം ഇവിടെ നിന്ന് ഈ ജോയിക്കായുള്ള തെരച്ചിലിൽ പങ്കെടുത്ത മണിക്കൂറുകൾ ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽ ഇരുട്ടിൽ മുങ്ങിത്തപ്പിയ ആ ഉദ്യോഗസ്ഥർ കാണിച്ച അവരുടെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും വില കുറിച്ചല്ല നമ്മൾ കാണുന്നത്. അത് അങ്ങേയറ്റം ശ്ലാഘനീയവും പ്രശംസാർഹവുമാണ്. കാരണം ഞാൻ ഇതുപോലൊരു രക്ഷാപ്രവർത്തനം സമീപകാലത്തൊന്നും കേരളത്തിൽ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ഇത്തരമൊരു രക്ഷാപ്രവർത്തനവും അല്ലെങ്കിൽ ഇത്തരമൊരു തെരച്ചിൽ നടത്തുന്നതും കേരളത്തിൽ സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അവരെ അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ടതുണ്ട്. പക്ഷെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, കുറച്ചുകൂടി സാങ്കേതികപരമായി മുന്നോട്ട് നിൽക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതിൽ സർക്കാരിനും ഈ പറയുന്ന നഗരസഭയ്ക്കും അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സംസ്ഥാന
സർക്കാരിനുമൊക്കെ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിനുമൊക്കെ എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഈ രീതിയിൽ ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് ജീവനക്കാർക്ക് നേരിട്ട് ഈ പറയുന്ന സ്കൂബ ഡൈവേഴ്സ് അടക്കമുള്ള ആളുകൾക്ക് നേരിട്ട് അവിടെ ഈ മാലിന്യക്കടലിലേക്ക് ഉള്ളിലേക്ക് ഇറക്കി വിടുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു സാങ്കേതികപരമായിട്ടുള്ള ഒരു പരിശോധന നടത്താൻ ഏതെങ്കിലും പുതിയ രീതിയിലുള്ള ആധുനിക സാങ്കേതിക വിദ്യ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ ഇതിനുള്ള നടപടികൾ എന്തുണ്ടായിട്ടെന്നുള്ളൊരു ചോദ്യവും അതിന് സംസ്ഥാനം എത്രത്തോളം തയ്യാറാണ് ഇത്തരം ദുരന്തങ്ങളെയൊക്കെ നേരിടാനെന്നുള്ള ചോദ്യവും ഇവിടെ ബാക്കിയാകുന്നുണ്ട്. ദേവിക. ശരി, അല്പസമയത്തിനകം നാവികസേന ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രജിത് മോഹനനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.